ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നല്ല തൊടുകറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇഞ്ചിക്കറിയാണ്. അതിനു മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം ഇഞ്ചിയാണ്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഒന്ന് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചീകിയിട്ട് ഒന്നെങ്കിലും ഒന്ന് സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്തായാലും നല്ല ഫൈനായിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഒരു ചെറിയൊരു തേങ്ങാമുറി മതിയാകും. പിന്നെ വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ നോക്കിയാൽ നല്ല സൂപ്പറായിട്ടുള്ള വാളംപുളിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കരി ഭയങ്കരമായിട്ടും കറുത്ത കളറായിരിക്കും. ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് കുതിരാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഉള്ളി തന്നെ എടുക്കണം, സവാള എടുക്കരുത്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം റെഡിയാണ്. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ആദ്യമേ ഇഞ്ചിയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് വറുത്താലും കുഴപ്പമില്ല. നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഇത് കറിച്ചട്ടി ആകുമ്പോൾ എപ്പോഴും നല്ല ചൂട് നിലനിൽക്കും. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും തേങ്ങ ചിരകിയതും പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തേങ്ങ വറുത്ത് അരപ്പുണ്ടാക്കൂലേ, അതേ പാകത്തിൽ ഇഞ്ചിയും തേങ്ങ ചിരകിയതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒട്ടും തന്നെ കരിയിച്ചൊന്നും കളയരുത്. നല്ല പാകത്തിന് തന്നെ മൊരിയിച്ചെടുക്കണം. നമ്മളിതിട്ട് മിക്സിയുടെ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത്. അതേപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇതാ നോക്കി ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കി വെക്കാം. അപ്പോൾ ആ ഒരു കറിച്ചട്ടിയുടെ ചൂടിൽ പിന്നെയും നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇതാ നോക്കിക്കേ, ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ കളയരുത്. ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി കറി താളിച്ചിടാൻ വേണ്ടി പോകുന്നത്. ഇതാ നോക്കി നന്നായിട്ട് തന്നെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ വേണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ വറുക്കാനെടുത്ത ആ എണ്ണ ഉണ്ടായില്ലേ, ബാക്കി ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കടുകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ ഐറ്റംസ് ഉണ്ടല്ലോ, അതും കൂടി സ്ലോയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് ഒരു 1/2 കപ്പോളം നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. നല്ല ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പാകത്തിന് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, മെയിനായിട്ടും നമുക്ക് ശർക്കര തന്നെയായിരിക്കും നല്ലത്. പാകത്തിന് ശർക്കരയും ഉപ്പും കൂടി ഈ സമയത്താണ് നമ്മൾ ഉപ്പും ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇതാണ് നമ്മളുടെ ഇഞ്ചിക്കറിയുടെ കറക്റ്റ് പാകം. നല്ല ടേസ്റ്റിയാണ്, നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന രീതിയിൽ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ കുറച്ച് മധുരം ആഡ് ചെയ്യണം. ഉപ്പ് പാകത്തിന് ഒരു 1/2 ടീസ്പൂണോളം മതിയാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണത്തിൻ്റെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഓണനാളിൽ സദ്യയ്ക്ക് ഈ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.